ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. അടുത്ത 5 വർഷം വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള നിർണായക കാലഘട്ടമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരള സർവകലാശാലയുടെ സെനറ്റ് യോഗത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുത്തത് നിയമവിരുദ്ധമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കേരളത്തിന്റെ വിദ്യാഭ്യാസ വളർച്ചയിൽ സാമൂഹ്യ നിയന്ത്രണത്തോടെയുള്ള സ്വകാര്യ മേഖലയുടെ ഇടപെടൽ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് ചൂട് കൂടുന്നു. തൊഴിലാളികളുടെ പ്രവൃത്തി സമയം പുനഃക്രമീകരിച്ചു. രാജ്കോട്ട് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 434 റൺസിന്റെ ഉജ്ജ്വല വിജയം. വാർത്തകൾ വിശദമായി. ധീരമായ തീരുമാനങ്ങളും അത്യന്താധുനിക നയങ്ങളും കൊണ്ട് സവിശേഷമായിരുന്നു കഴിഞ്ഞ 10 വർഷങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ബിജെപി ദേശീയ കൺവെൻഷന്റെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ജനങ്ങൾ കാത്തിരുന്ന മാറ്റങ്ങളാണ് നടപ്പിലാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത 5 വർഷം വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള നിർണായക കാലഘട്ടമാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. കേരള സർവകലാശാലയുടെ സെനറ്റ് യോഗത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പങ്കെടുത്തത് നിയമവിരുദ്ധമായിട്ടാണ് എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഗവർണർ. ചാൻസലറുടെ അഭാവത്തിൽ ചാൻസലർ ഔദ്യോഗികമായി നിർദ്ദേശിക്കുന്ന ആൾക്ക് മാത്രമേ യോഗത്തിൽ അധ്യക്ഷത വഹിക്കാൻ അധികാരമുള്ളൂ. വേറെ ആർക്കും സെനറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കാൻ അധികാരമില്ല. മന്ത്രി ആർ ബിന്ദുവിനെതിരെ നടപടി ആവശ്യപ്പെട്ട് കേരള സർവകലാശാല സെനറ്റിലെ 11 നോമിനികൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് പരാതി നൽകി. കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് അധികാര ദുർവിനിയോഗം നടത്തി എന്നാരോപിച്ചാണ് ഗവർണറുടെ നോമിനികൾ പരാതി നൽകിയത്. കേരളത്തിന്റെ വിദ്യാഭ്യാസ വളർച്ചയിൽ സാമൂഹ്യ നിയന്ത്രണത്തോടെയുള്ള സ്വകാര്യ മേഖലയുടെ ഇടപെടൽ ഉറപ്പാക്കേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോഴിക്കോട് നടന്ന വിദ്യാർത്ഥികളുമായുള്ള മുഖാമുഖം പരിപാടിയിൽ വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം വലിയ തോതിൽ വർദ്ധിക്കുക എന്നത് പ്രധാനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട്ടിൽ വന്യമൃഗ ആക്രമണം തുടരുന്നത് ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. ഇന്ന് രാവിലെയും പുൽപ്പള്ളിയിൽ കടുവയിറങ്ങി പശുവിനെ കൊന്നു. പുൽപ്പള്ളി ആശ്രമംകൊല്ലിയിലെ എൽദോസിന്റെ പശുവിനെയാണ് കടുവ കൊന്നത്. ഇതിന് സമീപത്ത് ഇന്നലെയും കടുവ ഇറങ്ങി പശുവിനെ കൊന്നിരുന്നു. അതേസമയം ബേലൂർ മക്കനയ്ക്കായുള്ള തിരച്ചിൽ 8ാം ദിവസവും തുടരുകയാണ്. കേരള കർണാടക അതിർത്തി പ്രദേശമായ ബാവലിയിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. ജില്ലയിൽ ഓരോ ദിവസം കഴിയുന്തോറും വന്യമൃഗശല്യം രൂക്ഷമായതോടെ വലിയ പ്രതിഷേധത്തിലാണ് വയനാട്ടിലെ ആളുകൾ. ജനം മരണത്തെ മുഖാമുഖം കാണുമ്പോൾ പിണറായി PR മുഖാമുഖം നടത്തുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. വയനാട്ടിലെ ജനതയോട് ജനാധിപത്യ വിരുദ്ധ സമീപനം സ്വീകരിച്ചാണ് പിണറായി വിജയൻ സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു. വന്യമൃഗശല്യം തടയാൻ സംസ്ഥാന സർക്കാർ പദ്ധതി രൂപീകരിക്കുന്നില്ലെന്ന് രാഹുൽ ഗാന്ധി MP. നഷ്ടപരിഹാരത്തിന് കാലതാമസം വരുത്തുന്നത് ശരിയല്ല. വന്യമൃഗ ആക്രമണത്തിൽ നഷ്ടപരിഹാരം വേഗത്തിലാക്കാൻ നടപടി വേണമെന്നും രാഹുൽ കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കാട്ടാന ബേലൂർ മഖനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കർഷകൻ അജീഷിന്റെയും ഫോറസ്റ്റ് വാച്ചർ പോളിന്റെയും കുടുംബങ്ങളെ ശ്രീ രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പകൽ താപനില ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ വെയിലത്ത് പണിയെടുക്കുന്ന തൊഴിലാളികളുടെ പ്രവൃത്തി സമയം പുനഃക്രമീകരിച്ച് ഉത്തരവായി. ഏപ്രിൽ 30 വരെയാണ് ലേബർ കമ്മീഷണർ ഉത്തരവിന് പ്രാബല്യം. വെയിലത്ത് ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികൾക്കും ഉച്ചയ്ക്ക് 12 മുതൽ 3 വരെ വിശ്രമമായിരിക്കും. ഇവരുടെ ജോലി സമയം രാവിലെ 7 മുതൽ വൈകുന്നേരം 7 വരെയുള്ള സമയത്തിനുള്ളിൽ 8 മണിക്കൂറായി നിജപ്പെടുത്തുന്നു. ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് രാവിലത്തെ ഷിഫ്റ്റ് ഉച്ചയ്ക്ക് 12-ന് അവസാനിക്കുന്ന തരത്തിലും ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റ് വൈകുന്നേരം 3-ന് ആരംഭിക്കുന്ന തരത്തിലും പുനഃക്രമീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ 3 ജില്ലകളിൽ നാളെയും താപനില കുതിച്ചുയരാനുള്ള സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാനാണ് സാധ്യത. കോഴിക്കോട് ജില്ലയിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ അനുഭവപ്പെടാം. തിരുവനന്തപുരം, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം വാർത്താവിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഭാരത് വികാസ് ഡയറി നാളെ മുതൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നതാണ്. കണ്ണൂർ പുഷ്പോത്സവത്തിന് നാളെ തിരിതാഴും. പോലീസ് മൈതാനിയിൽ നാളെ വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
അപൂർവ ഇനം പൂക്കളും ചെടികളും കൊണ്ട് സമ്പന്നമായിരുന്ന മേള കാണാനായി നിരവധി ആളുകളാണ് ഓരോ ദിവസവും എത്തിക്കൊണ്ടിരുന്നത്. കാർഷിക സമൃദ്ധിയുടെ ഗതകാല സ്മരണകളെ ഗൃഹാതുരതയോടെ ഓർത്തെടുക്കാൻ മലയാളിക്ക് അവസരമൊരുക്കുക കൂടിയായിരുന്നു മേള. ജില്ലാ ഹോർട്ടികൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പുഷ്പോത്സവം വേറിട്ട മത്സര പരിപാടികൾ കൊണ്ടും ശ്രദ്ധേയമായിരുന്നു. പുഷ്പാലങ്കാര മത്സരവും പാചക മത്സരവും മൈലാഞ്ചിയിടലും കുട്ടിക്കർഷക സംഗമവും കുട്ടികളുടെ പുഞ്ചിരി മത്സരവും ഓലമേടയിലും കൊട്ടമേടയിലുമെല്ലാം ഏറെ ആവേശം പകരുന്നതായിരുന്നു. വേഗത്തിലും സുതാര്യവുമായി കേസുകൾ തീർപ്പാക്കിയാൽ മാത്രമേ പരാതിക്കാർക്ക് യഥാർത്ഥ നീതി ലഭിച്ചു എന്ന് പറയാനാവൂ എന്ന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി. ജില്ലാ കോടതിക്കായി മഞ്ചേരി കച്ചേരിപ്പടിയിൽ 7 നിലകളിലായി നിർമ്മിച്ച കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊല്ലം ലോക്സഭാ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായി NK പ്രേമചന്ദ്രനെ പ്രഖ്യാപിച്ചു. RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. കണ്ണിലെ ക്യാൻസർ ചികിത്സയിൽ തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ അപൂർവ നേട്ടം കൈവരിച്ചു. കണ്ണ് നീക്കം ചെയ്യാതെ കണ്ണിന്റെ കാഴ്ച നിലനിർത്തിക്കൊണ്ടുള്ള ക്യാൻസർ ചികിത്സാ രീതിയായ ഓക്യുലാർ പ്ലാക്ക് ബ്രാക്കി ചികിത്സയാണ് വിജയകരമായി നടത്തിയത്. രാജ്കോട്ട് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 434 റൺസിന്റെ ഉജ്ജ്വല വിജയം. 4ാം ദിവസം ബാറ്റിംഗ് പുനരാരംഭിച്ച ഇന്ത്യ 4 വിക്കറ്റ് നഷ്ടത്തിൽ 430 റൺസ് എടുത്ത് രണ്ടാം ഇന്നിംഗ്സ് ഡിക്ലയർ ചെയ്യുകയായിരുന്നു. ഇന്ത്യയ്ക്ക് വേണ്ടി യശസ്വി ജയ്സ്വാൾ ഇരട്ട സെഞ്ചുറി നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. അടുത്ത 5 വർഷം വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള നിർണായക കാലഘട്ടമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരള സർവകലാശാലയുടെ സെനറ്റ് യോഗത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുത്തത് നിയമവിരുദ്ധമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കേരളത്തിന്റെ വിദ്യാഭ്യാസ വളർച്ചയിൽ സാമൂഹ്യ നിയന്ത്രണത്തോടെയുള്ള സ്വകാര്യ മേഖലയുടെ ഇടപെടൽ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് ചൂട് കൂടുന്നു. തൊഴിലാളികളുടെ പ്രവൃത്തി സമയം പുനഃക്രമീകരിച്ചു. രാജ്കോട്ട് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 434 റൺസിന്റെ ഉജ്ജ്വല വിജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.